ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട കേസിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. സ്വർണ്ണപീഠവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തണം. ശബരിമലയിലെ സ്വർണം ഉൾപ്പെടെയുള്ള ഒരു വസ്തുക്കളുടെയും കണക്കുകളും വിവരങ്ങളും രജിസ്റ്ററുകളിൽ ലഭ്യമല്ലെന്ന് വിജിലൻസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സ്വർണത്തിന്റെ ഉൾപ്പെടെ മൂല്യനിർണ്ണയത്തിന് റിട്ടയർഡ് ജില്ലാ ജഡ്ജിയെ നിയമിക്കാനാണ് ഹൈക്കോടതിയുടെ തീരുമാനം. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട കേസിൽ വിശദമായ അന്വേഷണത്തിനാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടിട്ടുള്ളത്. ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള സ്വർണ്ണപീഠവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്താനും കോടതി നിർദ്ദേശിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചീഫ് വിജിലൻസ് ഓഫീസർ കോടതിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും അടങ്ങിയിട്ടുള്ളതായി കോടതി വ്യക്തമാക്കി. സ്വർണ്ണപീഠം കണ്ടെത്തിയതിൽ മാത്രമല്ല, ശബരിമലയിലുള്ള സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു കണക്കുമില്ല എന്ന വിവരമാണ് വിജിലൻസ് SP കോടതിയെ അറിയിച്ചിട്ടുള്ളത്. തിരുവാഭരണ രജിസ്റ്ററിലാണ് ശബരിമലയിലെ സ്വർണം സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ശബരിമലയിലെ സ്ട്രോങ് റൂം വിശദമായി പരിശോധിച്ചിരുന്നതായും വിജിലൻസ് SP വ്യക്തമാക്കി. സ്വർണ്ണപ്പാളികളുടെയും പീഠത്തിന്റെയും രണ്ടാമതൊരു സെറ്റ് കൂടി ഉണ്ടെന്നും അത് ശബരിമലയിലെ സ്ട്രോങ് റൂമിലോ മറ്റോ ഉണ്ടാകുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി സ്ട്രോങ് റൂം ഉൾപ്പെടെ വിജിലൻസ് പരിശോധിച്ചത്. എന്നാൽ അത്തരത്തിൽ സ്ട്രോങ് റൂം ഇല്ലായിരുന്നു എന്നാണ് വിജിലൻസ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. 1999 ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ഉൾപ്പെടെ സ്വർണ്ണപ്പാളി പൂശിയതിന് 30 കിലോയിലധികം സ്വർണം ഉപയോഗിച്ചതായാണ് ഏകദേശ കണക്ക്. കൊടിമരത്തിന് സ്വർണം പൂശിയതിന് എന്തുമാത്രം സ്വർണം ചെലവായി, ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങളുടെ മൂല്യം എത്രയാണ് എന്നതുൾപ്പെടെ ഒരു കാര്യത്തിലും, പ്രത്യേകിച്ച് സ്വർണത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു കണക്കുമില്ല എന്നാണ് വിജിലൻസ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. സ്ട്രോങ് റൂമിൽ സ്വർണ്ണാഭരണങ്ങൾ ഒരു പെട്ടിയിലും സ്വർണ്ണ നാണയങ്ങൾ ചാക്കിൽ കെട്ടിയ നിലയിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. രജിസ്റ്ററുകളിൽ ഒന്നിനെയും സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. ശബരിമലയിലുള്ള വസ്തുക്കളെ സംബന്ധിച്ച ഒരു കണക്കുകളും വിവരങ്ങളും രജിസ്റ്ററുകളിൽ ലഭ്യമല്ലെന്നാണ് വിജിലൻസ് കോടതിയെ അറിയിച്ചത്. ഈ സാഹചര്യത്തിൽ ശബരിമലയിലെ സ്വർണത്തിന്റെ ഉൾപ്പെടെ മൂല്യനിർണ്ണയത്തിനായി റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയെ നിയമിക്കാനാണ് ഹൈക്കോടതി തീരുമാനിച്ചത്. ശബരിമലയിലെ കെടുകാര്യസ്ഥതയെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെയുള്ള പങ്ക് അന്വേഷിക്കാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ദ്വാരപാലക പീഠത്തിന്റെയും സ്വർണ്ണപ്പാളികളുടെയും വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രമല്ല ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ പങ്ക് അന്വേഷിക്കാൻ കോടതി നിർദ്ദേശം നൽകി. ഇവ തിരികെ കൊണ്ടുവന്നപ്പോൾ തൂക്കി നോക്കുക എന്ന പ്രാഥമിക ഉത്തരവാദിത്തം പോലും ദേവസ്വം ബോർഡ് കാണിച്ചില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ശബരിമലയിലുള്ള ഉദ്യോഗസ്ഥരെ അന്വേഷണം സംബന്ധിച്ച ഒരു വിവരവും അറിയിക്കരുത് എന്ന് പറഞ്ഞ ഹൈക്കോടതി ദേവസ്വം ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ സംശയത്തോടെയാണ് കാണുന്നതെന്നും വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ അന്വേഷണം രഹസ്യ സ്വഭാവത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.